ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ചിക്കൻ സമൂസയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചിക്കൻ സമൂസ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇവിടെ ഞാൻ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിയിലേക്കെല്ലാം കുഴയ്ക്കുന്ന മാവിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ട് വേണം ഇതിലേക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇവിടെ ഞാൻ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ മാവിനെ നമുക്കൊരു ചപ്പാത്തി കല്ലിലിട്ട് വലിയ ബോൾസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. മാവ് ഞാനിവിടെ 4 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് പരത്തിയെടുക്കണം. ചപ്പാത്തിക്കെല്ലാം പരത്തിയെടുക്കുന്ന പോലെ തന്നെ പൊടി കൂട്ടി നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇവിടെ ഞാൻ നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. അതിനായിട്ടൊരു പ്ലേറ്റ് വെച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിനി ചൂടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും. ഇവിടെ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും കൂടെ പരത്തി ചൂടാക്കിയെടുക്കാം. നാലെണ്ണവും ഞാനിവിടെ ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. 4 ആക്കി വേണം ഇതെല്ലാം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ സമൂസയിലേക്കുള്ള ഷീറ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലയൊന്ന് റെഡിയാക്കിയെടുക്കണം. മസാല റെഡിയാക്കിയെടുക്കാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി വന്നാൽ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി നായി വന്നാൽ ഞാൻ ഇതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചൂടായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി കുക്കായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി ഒന്നായി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ഞാൻ ബോൺലെസ് ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതിന് ശേഷം ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ സമൂസയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സമൂസയുടെ ഓരോ ഷീറ്റിലായിട്ട് മസാല ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പ് വരുന്ന ഭാഗത്ത് മൈദമാവ് ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം.
ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മൈദമാവ് ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഫോൾഡ് ചെയ്തെടുക്കാം. ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മൈദമാവ് വെച്ച് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തെടുത്താൽ മതിയാവും. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുക്കാം. എല്ലാ ഷീറ്റിലും മസാല ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ നല്ലപോലെ ചൂടായി വന്നാൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ച സമൂസയുടെ ഓരോ പീസസും ഇട്ട് കൊടുക്കാം. ഒരു സൈഡായി വന്നാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുത്തും ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ രണ്ട് സൈഡും ആയി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ ചിക്കൻ സമൂസ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക്